ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് തീർത്തും പ്രായോഗികമല്ലാത്തൊരാശയം സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുന്ന ഒരു മഹാസാധുക്കളും പോയത്തക്കാരും എന്നതിനപ്പുറത്ത് അപകടകരമായ ഒരു ആശയവും ജമാഅത്തെ ഇസ്ലാമിയുടെ ഉയർത്തിയിട്ടില്ല. സാമൂഹ്യ ബാധ്യതയായ ഒരു വിഷയത്തെ ഏറ്റെടുത്തുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ടു പോയതിന്റെ പേരിലാണ് ഇവിടെയുള്ള സുന്നി സമൂഹത്തിന് ജമാഅത്തിനോട് വിയോജിക്കേണ്ടി വന്നത് എന്നും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഇവിടെ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിം പാർട്ടികളിൽ ജമാഅത്തെ ഇസ്ലാമിയും അല്ലാത്ത മുസ്ലിം സംഘടനകളും തമ്മിൽ വേർതിരിയുന്നത് എവിടെയാണ്? ഇവിടെയുള്ള മുജാഹിദുകൾ മുഖ്യധാര മുസ്ലിമീങ്ങൾക്കെതിരെ ശിർക്കാരോപണം നടത്തിയതിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഇസ്തിഗാസയാണെങ്കിൽ, ആ ഇസ്തിഗാസയേക്കാൾ കൂടുതൽ മുസ്ലിം മുഖ്യധാരക്കെതിരെ മുജാഹിദുകൾ കൂടി ഉൾപ്പെടുന്ന ജമാഅത്തല്ലാത്ത മുസ്ലിമീങ്ങൾക്കു നേരെ അതേ ശിർക്കാരോപണം ജമാഅത്തെ ഇസ്ലാം ഉയർത്തിക്കൊണ്ടുവന്നത് ഇവിടെയുള്ള ജനാധിപത്യം അംഗീകരിച്ചതിന്റെയും ഇവിടെയുള്ള രാഷ്ട്രീയത്തിൽ ഏർപ്പെട്ടതിന്റെയും അനുബന്ധമായ കാര്യങ്ങളുടെയൊക്കെ പേരിലാണ്. അല്ലാതെ കേവലം അവരങ്ങനെ ഒരു സ്വപ്നം കണ്ടു നടന്നു എന്നതിന്റെ പേരിലല്ല. എന്നാൽ അത്തരം ഒരു ലാഘവത്തോടെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടുകളെ ബഹുമാന്യനായ നജീബ് മൗലവി വിശദീകരിക്കുന്നത്. ഇമാം ഇല്ല എന്ന കാര്യത്തിൽ അവർക്കും നമുക്കും അഭിപ്രായ വ്യത്യാസമില്ല. ഖിലാഫത്ത് എന്നത് നാമമാത്രമായി പോലും ശേഷിക്കുന്നില്ല എന്നതിൽ അവർക്കും നമുക്കും അഭിപ്രായ വ്യത്യാസമില്ല. സ്വതന്ത്ര ഇന്ത്യയുടെ സ്ഥിതി അതാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ സ്ഥിതി, ഖിലാഫത്ത് വ്യവസ്ഥിതി നാമമാത്രമായി പോലും എവിടെയുമില്ല. ഒറ്റക്ക് ഓരോ രാഷ്ട്രങ്ങൾ വ്യത്യസ്ത രാഷ്ട്രങ്ങളാണ്. ഒരു രാഷ്ട്രത്തിനും ഒരു രാഷ്ട്രത്തിന്റെ മേലും അധികാരമില്ല. ഒരു രാഷ്ട്രത്തിരിക്കുന്ന ഒരാൾക്ക് മറുരാഷ്ട്രങ്ങളിൽ പോയി നിയമം ആക്കാനോ മറു രാഷ്ട്രങ്ങളുടെ മേൽ നിയമം ചുമത്താനോ യാതൊരു വിധത്തിലും അവകാശമില്ല. സെപ്പറേറ്റ് രാഷ്ട്രീയ വ്യവസ്ഥിതി ഓരോ രാഷ്ട്രങ്ങളായിട്ടുള്ള ദേശീയതയാണ് വാസ്തവത്തിൽ ഇപ്പോൾ വന്നത്. ഈ പശ്ചാത്തലമാണ് ഇവിടെ ഉള്ളത് എന്നുള്ള കാര്യത്തിൽ അവർക്കും മറ്റു മുസ്ലിം പാർട്ടികൾക്കും അഭിപ്രായ വ്യത്യാസമില്ല. എവിടെയാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്? ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് തീർത്തും നടക്കാത്ത ഇസ്ലാമിക ഭരണം കൊണ്ടുവരിക എന്ന ഒരു സാമൂഹ്യ ബാധ്യതയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച് ജമാഅത്തെ ഇസ്ലാമിക്കാർ പോയത്തക്കാരാകുന്നു എന്നത് മാത്രമാണെന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. പക്ഷെ അവർ പറയുന്നത് അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കണം എന്നാണ്. രാഷ്ട്രീയ വ്യവസ്ഥിതി ഉണ്ടാക്കാനും ഇസ്ലാമിക ഭരണം ഇവിടെ സ്ഥാപിക്കാനും വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കൽ മുസ്ലിം സമൂഹത്തിന്റെ മേൽ സാമൂഹിക ബാധ്യതയാണെന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കും. അത് മാത്രമല്ല അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കേവലം സാമൂഹ്യ ബാധ്യതയായ ഒരു വിഷയത്തിൽ മാത്രവുമല്ല ജമാഅത്തെ ഇസ്ലാമിയോട് സുന്നികൾക്ക് വിയോജിക്കേണ്ടി വന്നിട്ടുള്ളത്. മറിച്ച് അത്തരം ഒരു വ്യവസ്ഥക്ക് കീഴിൽ, ജനാധിപത്യത്തിന് കീഴിൽ ഇവിടെ മുസ്ലിമായി ജീവിക്കാൻ സാധ്യമല്ല. ജനാധിപത്യത്തോടും ജനാധിപത്യ നിയമനിർമ്മാണങ്ങളോടും ബന്ധപ്പെട്ടുകൊണ്ട് അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങൾ എന്നും അത്തരം കാരണങ്ങൾ സ്വീകരിച്ച് മുന്നോട്ടു പോയ കാരണം കൊണ്ട് ഇവിടെയുള്ള ജമാഅത്തല്ലാത്ത സകല മുസ്ലിമീങ്ങളും ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയവരുമാണെന്നാണ് ജമാഅത്തെ ഇസ്ലാമി വാദിച്ചുകൊണ്ടിരിക്കുന്നത്. സാമൂഹ്യ ബാധ്യതയുടെ വിഷയത്തിൽ ജമാഅത്തുകാർ കുറച്ച് അമിതാവേശം കാണിച്ചു എന്നത് മാത്രമല്ല, അത്തരം ഒരു ഇസ്ലാമിയ ഖിലാഫത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അത് അംഗീകരിക്കാത്ത ആളുകളെ മുഴുവനും ഇസ്ലാമിൽ നിന്ന് ജമാഅത്തെ ഇസ്ലാമി പുറത്താക്കുകയാണ്. ഈ ഒരു ഫർദ് കിഫായ, അതായത് വിഫലമായ ഒരു പരിശ്രമം ഫർദ് കിഫായ ആവുന്നത് മറ്റു സംഘടനകളാരും അംഗീകരിക്കുന്നില്ല.